പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നാം ചിന്തിക്കുന്നത് ശിംശോന്റെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന് ഭവിച്ച താഴ്ചകളും ഉയർച്ചകളും. ലേലിയ ആ സാഹചര്യത്തിൽ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു എന്നുള്ള തിരുവെഴുത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. ശിംശോനെ കുറിച്ച് ഒരു വേദപുസ്തക പഠിതാവിന് നന്നായിട്ട് അറിയാം. ശിംശോന്റെ വിവാഹം, കടങ്കഥ, 20 ഫെലിസ്ത്യരെ സംഹാരമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം വായിക്കും കാണുന്നത്. ലേലിയ അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത് 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അനന്തരം ശിംശോൻ തിപ്നയിലേക്ക് ചെന്ന് തിപ്നയിൽ നിന്ന് ഒരു ഫെലിസ്ത്യ കന്യയെ കണ്ടു. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയും അറിയിച്ചു, ഞാൻ തിപ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞ് അപ്പനെയും അമ്മയോടും വിവരം അറിയിച്ചു. അങ്ങനെ ശിംശോൻ തന്റെ അപ്പനെയും അമ്മയൊക്കെ കൂട്ടി തിപ്നയിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിപ്നയിലേക്ക് പോയി. തിപ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടത്തിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അല്ലേരിയ ഈ ഫെലിസ്ത്യ കന്യകയെ വിവാഹം നിശ്ചയം ചെയ്ത് തന്റെ ജീവിതത്തിൽ ഭാര്യയായി ഇട്ടെടുക്കുവാൻ തന്റെ അപ്പനെയും അമ്മയും കൂടെ കൂട്ടി തിപ്നയിലേക്ക് പോകുന്ന സമയത്താണ് ലേലിയ തിപ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടത്തിൽ വെച്ച് ഒരു ബാലസിംഹം ലേലിയ ശിംശോന്റെ നേരെ അലറി വരിക. ആ സമയത്താണ് ലേലിയ ദൈവത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് ലേലിയ ശിംശോന്റെ മേൽ വരികയാണ്. അപ്പൊ അവന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു ആയുധവും ഇല്ലാതിരിക്കെ ലേലിയ ശിംശോൻ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആ സിംഹത്തെ കീറിക്കളഞ്ഞു എന്നുള്ളതാണ്. മാനുഷികമായ ബുദ്ധി കൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ വളരെ ഭാരമുണ്ടെങ്കിലും ഒരു ആത്മീയമായി ജീവിക്കുന്ന ഒരു ഭക്തന് വേഗത്തിൽ മനസ്സിലാകും, ശത്രു എത്ര പ്രബലനായിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ, അഥവാ ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ആ ശത്രുവിനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും. ലോകത്തിൽ വെച്ചുള്ള ആ സകല ആയുധങ്ങളെക്കാൾ ശ്രേഷ്ഠമേറിയ ആയുധമാണ് ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകമുള്ളവനെ ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അഭിഷേകമുള്ളവന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടും. അപ്പൊ യഹോവയുടെ ആത്മാവ് അല്ലേലിയ ശിംശോന്റെ മേൽ വരിക. ശിംശോന്റെ മേൽ വരുമ്പോൾ അല്ലേലിയ അവിടെ വായിക്കുന്നത്, കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനൊരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഞാൻ ആവർത്തിച്ച ഭാഗം പറയുന്നത്, ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ പഠിതാവിനും, ഓരോ വേദ പഠിതാവിനും അല്ലേലിയ ദൈവം നമുക്ക് നൽകുന്ന അഭിഷേകത്തെ നാം വളരെ സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിച്ച് അഭിഷേകത്തിനകത്ത് പോറലേൽക്കാതെ, നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിനെ നാം ദുഃഖിപ്പിക്കാതെ, നമ്മൾ എഫെസ്യ ലേഖനം 4:30 വായിക്കുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുന്ന, അങ്ങനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമ്മുടെ അഭിഷേകത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അലറി വരുന്ന സിംഹത്തെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയും. അപ്പം ശിംശോൻ തിപ്നയിലേക്ക് പോകുമ്പോൾ ഗർജിച്ചുകൊണ്ട് ഒരു ബാലസിംഹം അവന്റെ നേരെ വന്നു. ശിംശോന്റെ കയ്യിൽ വടിയോ തടിയോ ഒന്നുമില്ലാതിരുന്നു. ശിംശോന്റെ ഒരു വടിയുമില്ല, ഒരു തടിയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാനൊരു വേദപുസ്തക വ്യാഖ്യാനത്തിൽ വായിച്ചത്. ലേലിയ എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം ശിംശോന്റെ മേൽ ബലമായി ഇറങ്ങിയപ്പോൾ ശിംശോൻ ആ സിംഹത്തെ ആട്ടിൻകുട്ടിയെ പോലെ കീറുന്നത് പോലെ കീറിക്കളഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ ഇറങ്ങി വന്നു. ഈ കാലഘട്ടത്തിൽ, ഈ സഭായുഗത്തിൽ, കൃപായുഗത്തിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നീ തിരിച്ചറിയണം.
നിന്റെ മേൽ ദൈവം പകർന്ന അഭിഷേകം, ആത്മാവ് നഷ്ടപ്പെട്ടു പോയോ? അഭിഷേകം നിനക്ക് നഷ്ടപ്പെട്ടോ? ദൈവത്തിന്റെ ആത്മാവിലാണോ നീ ജീവിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവാണോ നിന്നെ നടത്തുന്നത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം, ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. പ്രൈസലോ. കാരണം കാലഘട്ടം വല്ലാത്തതാണ്, പ്രതിസന്ധികൾ നിറഞ്ഞതാണ്, രൂക്ഷമായതാണ്. അലർന്ന സിംഹം എന്ന പോലെ പ്രതിയോഗിയായ പിശാച് അവൻ ദൈവജനത്തെ വിഴുങ്ങുവാൻ, തകർക്കുവാൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, നാം ആത്മാവിൽ നിറയപ്പെടണം. പ്രൈസലോ. അപ്പം ദാവീദ് സിംഹത്തെ അടിച്ചു നമ്മൾ വായിക്കുന്നത്. ദാവീദ് സിംഹത്തെ അടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ശിംശോൻ സിംഹത്തെ അതിന്റെ വായെ കീറിക്കളഞ്ഞെന്ന രണ്ട് സാഹചര്യമാണ്. ഹല്ലേലൂയ. ദാവീദ് സിംഹത്തെ അടിച്ചു കൊന്നു, ശിംശോൻ സിംഹത്തിന്റെ വായെ കീറിക്കളഞ്ഞു. രണ്ട് സംഭവങ്ങൾക്കും വ്യത്യാസമുണ്ട്. രണ്ട് സംഭവങ്ങളും രണ്ട് തരത്തിലാണ്. ഹല്ലേലൂയ. അപ്പൊ സാത്താനെ അടിക്കുന്നതിന് വേണ്ടി വാക്തത്വ തടി അല്ലെങ്കിൽ വടി നമ്മുടെ കയ്യിൽ വേണം. ഹല്ലേലൂയ. പണ്ടത്തെ കാലഘട്ടത്തിൽ വടിയെന്നും തടിയെന്നും ഉപയോഗിക്കുന്ന ചില പരിഭാഷകളുണ്ട്. അപ്പം സിംഹത്തെ, ഹല്ലേലൂയ, സ്തോത്രം, സിംഹത്തെ ദാവീദ് അടിച്ചു കൊന്നത് വടി കൊണ്ട്. പ്രൈസ് അല്ല, തടിക്കഷ്ണമായിരിക്കാം. സിംഹം കീറിക്കളഞ്ഞു. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, സാത്താനെ അടിക്കുവാനുള്ള വാക്തത്വ വടി, പ്രാർത്ഥന. ഹല്ലേലൂയ. മാത്രമല്ല അവന്റെ വായെ കീറുന്നതിന് വേണ്ടിയുള്ള അഭിഷേകം വേണം. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ പേരുണ്ട്. ദൈവത്തിന്റെ വാക്തത്വം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വാക്തത്വം, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ പേരുണ്ടെങ്കിൽ ഹല്ലേലൂയ, ബാലസിംഹങ്ങളെ നിനക്ക് പരാജയപ്പെടുത്താൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തെയും ദൈവമക്കളെയും തകർക്കുന്ന ബാലസിംഹങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ഹല്ലേലൂയ, നിങ്ങൾ തളർന്നു പോകാതെ, പതറിപ്പോകാതെ തല ഉയർത്തി നിൽക്കണം. സാത്താൻ നമ്മുടെ മുമ്പിൽ തല ഉയർത്താൻ നീ അനുവദിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. പിശാച് നിന്റെ നേരെ നിന്ന് നിന്നെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. പിശാച് നിന്റെ നേരെ നിന്ന് നിന്നെ പല്ലിളിച്ച് കാണിക്കരുത്. പിശാച് നിന്റെ മുമ്പിൽ നിന്ന് നിന്നെ തകർക്കരുത്. അവൻ തല ഉയർത്തരുത്. നീ പിശാചിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. സാത്താന്റെ മുമ്പിൽ നീ തല ഉയർത്തി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് യേശുവിനെ ഹല്ലേലൂയ, ആത്മാവ് ഹല്ലേലൂയ, യേശുവിനെ മരുഭൂമിയിലേക്ക് വഴി നടത്തി. 40 രാവും 40 പകലും അല്ലെ യേശു ഭക്ഷണമൊന്നും കഴിക്കാതെ വെള്ളമൊന്നും കുടിക്കാതെ നടന്നു. 40ാമത്തെ ദിവസം യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, സാത്താൻ അടുത്തു വന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞതെന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ പരിശോധനകൾ 1, 2, 3 പരീക്ഷകൾ യേശുക്രിസ്തുവിന് നേരെ മരുഭൂമിയിൽ വരുമ്പോൾ ഹല്ലേലൂയ, അവിടെ സാത്താൻ യേശുവിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കാതെ സാത്താനെ പരാജയപ്പെടുത്തി തോൽപ്പിച്ച് യേശു സാത്താന് മുമ്പിൽ തല ഉയർത്തി നിന്നു. ഹല്ലേലൂയ. അതെ, ആ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പരിശോധനാ വേളകളിലും നമ്മൾ തല ഉയർത്തി നിൽക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം വായും കാണാൻ കഴിയുന്നത് ശിംശോന്റെ വിവാഹം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? അപ്പൊ ഇസ്രായേലിന്റെ ബദ്ധ ശത്രുക്കളായിരുന്ന ഫെലിസ്ത്യരിൽ നിന്ന് ഒരു കന്യകയെ ഭാര്യയായി സ്വീകരിക്കാൻ ശിംശോൻ തീരുമാനിച്ചത് വിചിത്രമായി തോന്നിയേക്കാം. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹാരാധികളായിരുന്ന ഫെലിസ്ത്യരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ ദൈവജനമായ ഇസ്രായേലിയർക്ക് കഴിയുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ അവന്റെ മാതാപിതാക്കന്മാർ അതിനെ ശക്തിയുക്തം എതിർത്തു. ദൈവികതമല്ലാത്തത് ചെയ്യുവാൻ ഒരു ഫെലിസ്ത്യ കന്യകയെ ഇസ്രായേലിന് വിവാഹം കഴിക്കുന്നത് ആ കാലഘട്ടത്തിൽ വ്യവസ്ഥയല്ല, ദൈവികമായ നിയമങ്ങളല്ലാത്തത് കൊണ്ട് ശിംശോന്റെ മാതാപിതാക്കൾ അതിനെ ശക്തിയുക്തമായി എതിർത്തു. എന്നാൽ ഫെലിസ്ത്യ ദേശത്തിന്റെ അതിർത്തിയിലാണ് ശിംശോൻ താമസിച്ചിരുന്നത്. തനിക്കെതിരെയുള്ള താഴ്വരയിൽ കൂടി തിബ്നയിലേക്ക് ഒരു അലസംഗമനം നടത്തിയ ശിംശോൻ അവിടെ കണ്ട ഒരു ഫെലിസ്ത്യ കന്യകയിൽ അനുരക്തനായെന്ന. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അത് ഫെലിസ്ത്യരെ നശിപ്പിക്കാൻ ദൈവം ഒരു മുഖാന്തരമാക്കി. പ്രൈസ് ദി ലോർഡ്.
സ്തോത്രം. ന്യായാധിപന്മാർ പുസ്തകം 14 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. മാനുഷിക ദൃഷ്ടിയിൽ അവൻ ചെയ്തതൊന്നും ഇസ്രായേലിന്റെ ആചാരങ്ങൾക്ക് നിരക്കുന്നതായിരുന്നില്ല. ഒരു സിംഹത്തെ കൊല്ലുവാൻ ഹല്ലേലൂയ അവന് പ്രയാസമുണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഒരു സിംഹത്തെ കൊല്ലുവാൻ ശിംശോന് പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ അവന്റെ ജഡിക മോഹങ്ങളെ ജയിക്കുവാൻ അവന് കഴിഞ്ഞില്ല. അപ്പം ഇസ്രായേൽ ഒരു ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കുന്നത് നിയമമല്ലെങ്കിലും ആമി ശിംശോന് തയ്യാറായപ്പോൾ അവന്റെ അപ്പനും അമ്മയെ എതിർത്തെങ്കിലും ശിംശോൻ ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചത് തന്റെ ജഡികമായ മോഹമാണ്. ആ ജഡികമായ മോഹത്തെ അവന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. സിംഹത്തെ അവന് അടിച്ചുകൊല്ലാൻ കഴിഞ്ഞു, കീറിക്കളയാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. തന്റെ മാതാപിതാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത അന്യജാതിക്കാരിയുമായുള്ള അവന്റെ വിവാഹം ക്ഷണഭംഗരവും ശോകപര്യവസ്ഥയുമായിരുന്നു എന്നുള്ളതാണ്. ശിംശോന്റെ മാതാപിതാക്കൾക്ക് ആ ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കുന്ന ഒരു താല്പര്യമില്ലായിരുന്നു. ആ വിവാഹം കഴിച്ചത് അത് വളരെ ഹല്ലേലൂയ സ്തോത്രം പരിതാപകരവും ക്ഷണഭംഗരവും അതിന്റെ പര്യവസാനം എത്ര പെട്ടെന്നായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങളുടെ മക്കൾ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, ശിംശോൻ ഫെലിസ്ത്യ കന്യകയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളിൽ ലയിച്ചതുപോലെ, അവളിൽ അനുരഞ്ജനം തോന്നിയതുപോലെ ലോകത്തിൽ നിന്റെ മുമ്പിൽ കാണുന്നതിലൊന്നിനും നീ വീണു പോകാതെ നിന്റെ മാതാപിതാക്കന്മാരുടെ ഇഷ്ടത്തിന് നീ നിന്ന അവർ നിനക്കൊരു വിവാഹാലോചന കൊണ്ടെത്തുന്ന അവരുടെ ഇഷ്ടപ്രകാരം നീ കൂടിപ്പോകുന്ന സമുദായത്തിന്റെ ഇഷ്ടപ്രകാരം നിന്റെ ബന്ധുമിത്രാദികളുടെ സമ്മതപ്രകാരം നീ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് നിലനിൽക്കും. അല്ലാത്തതൊക്കെയാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. കുടുംബത്തിനകത്ത് ഇറച്ചിയും കലക്കവും വെല്ലുവിളിയും പ്രശ്നങ്ങളും അല്ലെങ്കിൽ അശ്ലീലമായ വാക്കുകൾ, ഉച്ചാരണങ്ങൾ, കേസ്, കോടതി, പിന്നെ ഡൈവോഴ്സിലേക്കൊക്കെ എത്തുന്നത് ഈ ശിംശോനെ പോലെ നാം പലതിനും എടുത്തിയാടുന്നതുകൊണ്ടാണ്. പ്രൈസലോ. നാം ഒന്നിനും എടുത്തിയാടാൻ പാടില്ല. ആ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം. അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് വിവാഹം സമയമായപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? തന്റെ ദാസനായിരിക്കുന്ന എലിയാസറിനെ വിളിച്ച് അബ്രഹാമിന്റെ തുടുങ്കിൽ കൈവച്ച് സത്യം ചെയ്യിപ്പിച്ച്, ജാതികളിൽ നിന്ന്, കനാനി സ്ത്രീകളിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ എന്റെ ആളുകളുടെ അരികെ ചെല്ലാനാ പറഞ്ഞു. അല്ലേ? അപ്പം അബ്രഹാമും തന്റെ മകനായി ഇസഹാക്കിന് വിവാഹം നടത്തുവാനുള്ള സമയം വന്നപ്പോൾ വിവാഹപ്രായം വെച്ചു അബ്രഹാം ആലോചിക്കുക. തപ്പൻ. ഇന്നത്തെ മക്കൾക്ക് അപ്പനും അമ്മയൊന്നും ആലോചിക്കണ്ട, അവര് സ്വയം തെരഞ്ഞെടുക്കുക. സ്വയം തെരഞ്ഞെടുത്ത് പിന്നെ കണ്ണുനീര. ആദ്യത്തെയുള്ള ആ സ്നേഹവും സന്തോഷവും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറുമെന്നേ. കഷ്ടിച്ചാൽ ഈ ദൈവഹിതമല്ലാതെ തെരഞ്ഞെടുക്കുന്ന കുടുംബജീവിതം, വിവാഹ ജീവിതമൊക്കെ ആദ്യം ഒരു 5-6 മാസമൊക്കെ സന്തോഷത്തോടുകൂടി നിൽക്കും. പിന്നെ അവരുടെ കഴിഞ്ഞകാല സംഭവങ്ങളെ, പഴയ കഥകളെ പറഞ്ഞ് ചുരങ്ങ് ചിരണ്ടി സമുദ്രമാക്കി എന്നൊക്കെ പറഞ്ഞതുപോലെ പിന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടി ഭാര്യയുടെ വീട്ടിലും ഭർത്താവിന്റെ വീട്ടിലുമായിട്ട് എത്തിച്ചേരും. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരുക്കുന്ന വിവാഹത്തിന് വേണ്ടി മാത്രമേ യുവതി യുവാക്കന്മാർ തയ്യാറാകുള്ളൂ. അല്ലാതെ ശിംശോനെ പോലെ നീ എടുത്തിയാണ്. ശിംശോന് ഒരു സിംഹത്തെ കീറിക്കളയാൻ കഴിഞ്ഞെങ്കിലും അവന്റെ ജഡമോഹങ്ങളെ അവന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ പറയട്ടെ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളോട് പറയട്ടെ, നിന്റെ ജഡിക മോഹങ്ങളെ നീ നിയന്ത്രിക്കണം. നിന്റെ ജഡിക ചിന്തകളെ നീ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. ജഡിക ചിന്തകളെ, ജഡിക മോഹങ്ങളെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ പരാജിതനായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ തലമുറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ആകാശം മുട്ട പറക്കുന്ന പക്ഷികളും നിലത്ത് വന്ന് അവസാനിക്കുമെന്ന് നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, അല്ലെ? നമുക്കറിയാം, പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്, നാറാണത്ത് പ്രാന്തനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. വലിയ താഴെ കിടക്കുന്ന ആ വലിയ കല്ല് ഉരുട്ടി മലമുകളിൽ കൊണ്ടുപോയിട്ട് അത് താഴോട്ട് ഉരുട്ടി കളഞ്ഞ് ചിരിക്കുന്ന, കൈയടിച്ച് കൈകൊട്ടി വളരെ അട്ടഹസിച്ച് ചിരിക്കുന്ന കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ശിംശോൻ എത്ര ജഡികമായി സുഖപ്രകാരം ഉയർന്നാലും, എത്ര ജഡിക മോഹങ്ങൾ ഉണ്ടായാലും അവൻ അതിൽ ജയിക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് നീ എത്ര ആകാശം മുട്ട പറന്നാലും നിനക്കൊരിക്കൽ നീ താഴേക്ക് വരും. അത് ഈ വിവാഹത്തോടുള്ള ബന്ധമായിരുന്നാലും ജീവിതത്തിന്റെ ഏത് മേഖലയിലായിരുന്നാലും അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ നീ പരാജയപ്പെടും.
നമ്മൾ ഈ പത്രമാധ്യമങ്ങളും വാർത്തകളും ഒക്കെ കേൾക്കുന്നത് കണ്ടില്ലേ? അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ മൂർധന്യയിലെത്തി നിന്ന, അഹങ്കാരത്താൽ നിഗളിച്ച് കൂത്താടി നടന്ന, അഹങ്കരിച്ച് അഹങ്കാരം കാണിച്ച് പണത്തിന്റെ മേൽക്കൊഴുപ്പ്, പണത്തിന്റെ ആർഭാടം, നിയമത്തെ അനുസരിക്കാതെ, ലോകത്തെ അനുസരിക്കാതെ, ജനത്തെ അനുസരിക്കാതെ, ആരെ അനുസരിക്കാതെ അട്ടഹസിച്ചാർത്ത് നടന്ന അനവധി മഹാന്മാർ, ആകാശമുട്ട പറന്നുയർന്നവർ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, നിയമങ്ങൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയും, നിയമത്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് അട്ടഹസിച്ച പലരും ഇരുമ്പഴിക്കകത്തെത്തി. പരാജയപ്പെട്ടു പോയി. നിങ്ങൾക്ക് അറിയാം, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. നീ അഹങ്കരിക്കരുത്. എത്ര നിനക്ക് ധനമുണ്ടായിരുന്നാലും, എത്ര ആരോഗ്യം ഉണ്ടായിരുന്നില്ല, എത്ര പണം ഉണ്ടായിരുന്നില്ല, നീ എത്ര ശ്രേഷ്ഠൻ, നീ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ നിന്റെ അനുഭവം അല്ലേരിയ സിംസോന്റെ പോലെ ആയിരിക്കും. അല്ലേരിയ അപ്പം ശിംശോന്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാതിരുന്ന ഫിലിസ്തീയ കന്യകയുമായുള്ള വിവാഹം അല്ലേരിയ അത് ശിംശോനെ പരാജയപ്പെടുത്തി. പ്രൈസലോ, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇവിടെ ദൈവത്തിന്റെ വചനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അനേക ദുഷ്ട മനുഷ്യർ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കും. അനേക ദുഷ്ടരായ മനുഷ്യര് നിന്നെക്കുറിച്ചും, നിന്റെ കുടുംബത്തെക്കുറിച്ചും, നിന്റെ മക്കളെക്കുറിച്ചും, നിന്റെ ജീവിതത്തെക്കുറിച്ചും, നിന്റെ നന്മകളെക്കുറിച്ചൊക്കെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി, പൊല്ലാപ്പുകളൊക്കെ ഉണ്ടാക്കി നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കും. പ്രൈസലോ, നിന്റെ കുടുംബത്തെ തകർക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ, ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞുണ്ടാക്കി കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കുമ്പോൾ പ്രാർത്ഥനയോടെ നേരിടണം. അല്ലേരിയ യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ അല്ലേലിയ നിനക്ക് എവിടെയും ചെയ്യിപ്പാൻ കഴിയും. അല്ലേലിയ അപ്പം അവ ഇല്ലാത്ത കാര്യങ്ങളെ പറഞ്ഞുണ്ടാക്കി നിങ്ങളുടെ കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കും. ആമീൻ. നല്ല കാര്യങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെ അവയെ പറഞ്ഞ് തകർത്ത് അതിനകത്ത് അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ചിന്തകൾ മാറ്റി അശ്രദ്ധയുണ്ടാക്കി അല്ലേലിയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കൊണ്ടുവരുവാൻ ബാലസിംഹം പോലെയുള്ള സാത്താന്യ ശക്തികളുണ്ട്. പ്രൈസലോ, അതിനെ നീ കീറിക്കളയണം. പ്രൈസലോ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അതിനാ. നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ വില നീ മനസ്സിലാക്കണം. അല്ലേലിയ ഇവിടെ നമുക്ക് ദൈവത്തിന് വചനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമിസ്തോത്ര ആ നാളുകൾ പോകും തോറും കാര്യങ്ങൾ വഷളായി പോകാതെ, നിന്റെ ഭവനത്തിനകത്തെ പ്രശ്നങ്ങൾ നാളുകൾ പോകും തോറും, നാളുകൾ കഴിയും തോറും പ്രശ്നങ്ങൾ വഷളായി തീരാതെ, അത് കണ്ട് മറ്റുള്ളവർ ചിരിക്കാതെ, വിമർശിക്കാതെ നിന്റെ കുടുംബത്തിനകത്ത് നീ ക്രമീകരണം വരുത്താം. രക്തം ചെയ്യാം. അല്ലേലിയ ഓടുന്ന പട്ടിയെ കണ്ടാൽ വിരട്ടി ഓടിക്കുന്ന പട്ടിക്ക് ആഘോഷമാണ്. അല്ലേലിയ ഈ ഓടുന്ന പട്ടിയെ കാണുമ്പോൾ അടുത്ത പട്ടി എന്ത് ചെയ്യും? അതിനെ കുരച്ച് വിരട്ടി ഓടിക്കുമ്പോൾ ഓടിക്കുന്ന പട്ടിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്രകാരമാണ് അല്ലെങ്കിൽ ദുഷ്ടനും ചെയ്യുന്നത്, സാത്താൻ ചെയ്യുന്നത്. അല്ലേരിയ ജീവിതത്തിൽ നമ്മെ അവൻ വിരട്ടി ഓടിച്ച് അട്ടഹസിച്ച് ആർത്ത് വിളിക്കുന്ന അനുഭവങ്ങളാണ് സാത്താൻ ചെയ്യുന്നത്. നിന്റെ പരാജയം കാണുമ്പോൾ, നിന്റെ തകർച്ച കാണുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ കാണുമ്പോൾ, വെല്ലുവിളി കാണുമ്പോൾ ഞാൻ സാത്താൻ അട്ടഹസിച്ച് ആർത്തു വിളിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും അപവാദം പറഞ്ഞുണ്ടാക്കി ദേശത്ത് നിന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. അവിടെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഉണ്ടെങ്കിൽ കയ്യിലൊന്നുമില്ലാതിരിക്കെ ശിംശോൻ ആ ബാലസിംഹത്തെ, ആട്ടിൻകുട്ടിയെ കീറിക്കളഞ്ഞതുപോലെ നിനക്കും കീറിക്കളയാൻ കഴിയും. സാത്താനെ നിനക്ക് കീറിക്കളയാൻ കഴിയും. അതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് പിശാച് പ്രവർത്തിക്കരുത്. നിന്റെ തലമുറയിൽ പിശാച് പ്രവർത്തിക്കരുത്. നിന്റെ ജീവിതത്തിൽ പിശാച് പ്രവർത്തിക്കരുത്. നിന്റെ ശുശ്രൂഷയിൽ പിശാച് പ്രവർത്തിക്കരുത്. നിന്റെ നന്മയിൽ പിശാച് പ്രവർത്തിക്കരുത്. നിന്റെ അഭിഷേകത്തെ പിശാച് ചൂഷണം ചെയ്യരുത്. ഹല്ലേലൂയ, രക്തം ചെയ്യും. നീ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവനാണ്. പ്രൈസലോ, ശിംശോൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാസിർ വ്രതക്കാരനാ. ഹല്ലേലൂയ. പക്ഷേ ആ നാസിർ വ്രതക്കാരനായിരിക്കുന്ന ശിംശോന്റെ ജീവിതത്തിൽ വന്നു പോയ പരാജയം എന്ന് പറഞ്ഞതുപോലെ
ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്, കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകമാണ്. അതിനെ സാത്താൻ ചോർത്തിക്കളയരുത്. രക്തം ചെയ്യും. അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. രക്തം ചെയ്യും. ശിംശോനെ, നിന്റെ മേൽ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പക്ഷെ ശിംശോന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ, ശിംശോന്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലെ ശിംശോൻ ആ സിംഹത്തെ കീറിക്കളഞ്ഞ അല്ലേ ഏരിയ. അതുകൊണ്ട് ഗർജിച്ചു നിൽക്കുന്ന സിംഹത്തെ കീറിക്കളയാനുള്ള അഭിഷേകമാണ് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ് നിങ്ങൾക്ക് വേണ്ടത്. നാളുകൾ എത്രയായി കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ ജീവിതത്തിലെ തിന്മകൾ, ആക്രമങ്ങൾ, പോരുകൾ, പോരാട്ടങ്ങൾ, പരിഹാസങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നിന്നെ അപമാനിക്കുന്ന, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന നിന്റെ ഉറ്റവരും ഉടയവരും സന്തത സഹചാരികളും നീ സ്നേഹിച്ചവരൊക്കെ നിനക്കെതിരെ നിൽക്കുമ്പോൾ അല്ലേരിയ ബാലസിംഹം പോലെ നിനക്കെതിരെ ഇരപിടിക്കാൻ നിനക്ക് നേരെ വരുമ്പോൾ അല്ലേരിയ നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കണം. പ്രേസറോ. അപ്പൊ നമ്മൾ അവനെ വിരട്ടി ഓടിക്കണം. സാത്താനെ നമ്മൾ എന്ത് ചെയ്യണം? വിരട്ടി ഓടിക്കണം. ദാവീദ് സിംഹത്തെ അടിച്ചു കൊന്നു, ശിംശോൻ ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞതുപോലെ നിനക്ക് നേരെ വരുന്ന സാത്താനിശക്തികളെ കീറിക്കളയണം, അതിനെ അടിച്ചു തകർക്കണം. പ്രേസറോ. അല്ലേരിയ. ഇവിടെ ഇസ്രായേൽ ജനം അല്ലെ ദേശത്തെ ഉറ്റുനോക്കാൻ പോയപ്പോൾ അല്ലേരിയ ആ സംഭവം നമുക്കറിയാം. സംഖ്യാപുസ്തകം അല്ലേരിയ 13-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനം ഒക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. ഇസ്രായേലിന്റെ ഭയത്തെ പറയുക അല്ലേ. അവിടെ നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് കാണാം, ഇസ്രായേൽ ദേശത്തെ ഉറ്റുനോക്കുവാൻ പോയ ജനങ്ങൾ 10 പേർ ദുർവർത്തമാനം പ്രചരിപ്പിച്ചു. അത് കേട്ട ജനങ്ങളുടെ മനം തളർന്നുപോയി. ദൈവത്തിന് വിരോധമായും മോശയ്ക്ക് വിരോധമായും അവർ പിറുപിറുത്തു. വേറെ ചിലർ മിസ്രൈമിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള തീരുമാനമെടുക്കുവാൻ തുടങ്ങി. അനേക ദുർവർത്തമാനങ്ങൾ, വലിയ തിന്മകളെ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ദേശത്തെ ഉറ്റുനോക്കാൻ പോയത് 12 പേരാണ്. 12 പേരിൽ 10 പേരും ദുർവർത്തമാനങ്ങൾ മോശയോടും അഹരോനോടും പറയുമ്പോൾ ഇസ്രായേലിന്റെ മനസ്സ് കലങ്ങിപ്പോയി. അവരിൽ കുറച്ചുപേർ ഞങ്ങൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവുകയാണ്. എന്നാൽ യോശുവയും കാലേബും അതിനകത്ത് വ്യത്യസ്തനായിരുന്നു. അവർ പറഞ്ഞു, അവിടെ അതികായകന്മാരാണെങ്കിലും ദേശം ദൈവം നമുക്ക് തന്നിരിക്കുക, നമുക്കതിനെ കീഴ്പ്പെടുത്താൻ കഴിയും. അത് നിനക്ക് നേരെ ദുർവർത്തമാനങ്ങൾ കടന്നു വരുമ്പോൾ, നിനക്ക് നേരെ പരിഹാസ വാക്കുകൾ കടന്നു വരുമ്പോൾ, നീ പഴയതിലേക്ക് മടങ്ങിപ്പോകാതെ, പണ്ടത്തേതിലേക്ക് മടങ്ങിപ്പോകാതെ യോശുവയും കാലേബിനെ പോലെ നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. അപ്പം വലിയ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നീ അനുവദിച്ചു കൊടുക്കരുത്. ഒരു ക്രൈസ്തവന്റെ ജീവിതം, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു യേശു ഭക്തന്റെ, ഒരു ദൈവഭക്തന്റെ, ക്രിസ്തീയ ഭക്തന്റെ വിശ്വാസ ജീവിതത്തിനകത്ത് അനവധി ദുർവർത്തമാനങ്ങളും ദുർചിന്തകളും പരിഹാസ വാക്കുകളും തിന്മകളും സാത്താൻ കൊണ്ടിടും. ഹല്ലേലൂയ. ദേശത്തെ ചില വ്യക്തികളെ കാണിച്ച്, ദേശത്തെ ചില അതികായകന്മാരെ കാണിച്ചിട്ട് പിശാചിന്റെ വിരട്ടും. ഹല്ലേലൂയ. നീ അതിനകത്ത് വീഴരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദുർവർത്തമാനങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ തകർച്ച ഉണ്ടാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദുർവർത്തമാനങ്ങളുമായിട്ട് വരുന്നവരെ നിങ്ങളുടെ വീട്ടിൽ പോലും കയറ്റരുത്. ദുർവർത്തമാനങ്ങളുമായിട്ട് വരുന്നവരെ നിങ്ങളുടെ വീട്ടിൽ പോലും കയറ്റരുതെന്നാണ് ദൈവജനം പറയുന്നത്. അപ്പൊ ദുർവർത്തമാനങ്ങൾ കൊണ്ടുവരുന്നവരെയും അവരുടെ ഉപദേശങ്ങളെ എന്ത് ചെയ്യണം? നിങ്ങൾ കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു കളയണം. പ്രൈസ് ദി ലോർഡ്.
ദുർവർത്തമാനം കൊണ്ടുവരുന്നവര് അവർ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞ വ്യാജ പ്രചരണങ്ങളും വ്യാജ ഉപദേശങ്ങളും കള്ള പ്രവചനങ്ങളും കള്ള പ്രവാചകന്മാരും ദുരുപദേശകന്മാർ കൊണ്ടുവരുന്ന ദുരുപദേശ ചിന്തകളെയും നിങ്ങൾ ഈ ബാലസിംഹത്തെ ശിംശോൻ കീറിക്കളഞ്ഞതുപോലെ, ഒരു ആട്ടിൻകുട്ടിയെ കീറിക്കളഞ്ഞതുപോലെ നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന സകലത്തെ നിങ്ങൾ കീറിക്കളഞ്ഞവരെ കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞു കളയണം. നിന്റെ കുടുംബത്തിനകത്ത് സാത്താൻ പ്രവേശിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലേ? അതുപോലെ തന്നെ ദൈവദാസന്മാരെ കുറിച്ചും ദൈവമക്കളെ കുറിച്ചും അവരുടെ കുടുംബങ്ങളെ കുറിച്ചും സംസാരിക്കുന്ന തിന്മയായ കാര്യങ്ങളെ നീ തടഞ്ഞു നിർത്താൻ കഴിയണം. നമുക്കറിയാം, അനവധി ദൈവദാസന്മാരെ കുറിച്ചും ദൈവമക്കളുടെ കുടുംബത്തെക്കുറിച്ചും വിശ്വാസികളെ കുറിച്ചും തിന്മയായ കാര്യങ്ങൾ ലോകത്ത് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? അതിനെ നീ ചവിട്ടി കളയണം, മെതിച്ചു കളയണം. പ്രൈസറോ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നിനക്ക് അധികാരം തന്ന് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദുർവർത്തമാനം കൊണ്ടുവന്നവരെ കീറിക്കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ദേശത്തെ ഉറ്റുനോക്കാൻ പോയ 12 പേരിൽ 10 പേരും ദുർവർത്തമാനം പറയുമ്പോൾ 2 പേർ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്, യോശുവയും കാലേബും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? യേശുവിന് വേണ്ടി നിനക്ക് നിൽക്കാൻ കഴിയുമോ? ശിംശോനെ പോലെ നീ ആയിത്തീരാതെ, അല്ലെങ്കിൽ ദുർവർത്തമാനം പറഞ്ഞ 10 പേരെ പോലെയാകാതെ നീ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കണം. അപ്പം ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നെങ്കിലും അല്ലേലിയ, ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേലിയ, അവിടെ ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നില്ലായിരുന്നു എങ്കിൽ ആ തോട്ടത്തിൽ, ആ മുന്തിരിത്തോട്ടത്തിൽ ഒരുപക്ഷെ ശിംശോനും അവന്റെ മാതാപിതാക്കളും കൂടെ തകർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. പ്രൈസോ. പക്ഷെ ഒരു ദൈവഭക്തനെ ദൈവം സൂക്ഷിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയായ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ തടയിട്ട് നിർത്തണം. അല്ലെ, അതിനെ തടയിട്ട് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിനക്ക് കൃപ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ പൗലോസിന്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ നേരിട്ടു, പ്രതികൂലങ്ങൾ നേരിട്ടു. പൗലോസ് മാരകമായ ഏതോ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടു. പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 3 വട്ടം പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതിയെന്നാണ്. 2 കൊരിന്ത്യർ ലേഖനം 12:9 വായിച്ച കാണാൻ കഴിയും. അപ്പം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ അഭിഷേകം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ലോകത്തിന്റെ ശക്തികളെ ജയിപ്പാനുള്ളതാണ്. അതിനുവേണ്ടി മുട്ടിമേൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന സകല വായി നിങ്ങൾ കീറിക്കളയണം. പ്രൈസറോ, നിങ്ങൾ മുട്ടിമേൽ നിന്നിട്ട് പ്രാർത്ഥിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ഉപവസിക്കണം, വചനം ധ്യാനിക്കണം, വേർപാടും വിശുദ്ധിയിലും നിന്ന് നിൽക്കണം, ഉപദേശങ്ങളെ നിങ്ങൾ അനുസരിക്കണം. ലരിയ, മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട്, സഭയെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ കുടുംബത്തിനെതിരെ ദുർവർത്തമാനമായി പറഞ്ഞു വരുന്ന വായെ നിനക്ക് കീറിക്കളയാൻ കഴിയും. അവർ വായടയ്ക്കാൻ കഴിയും. രക്തം ചെയ്യും. ഫ്രൈസറോ, അല്ലേരിയ. പിശാച് തുറന്നിരിക്കുക നിന്നെ വിഴുങ്ങാൻ, നിന്റെ കുടുംബത്തെ വിഴുങ്ങുവാൻ, നിന്റെ തലമുറകളെ വിഴുങ്ങുവാൻ. അല്ലേരിയ. പിശാച് വായും പിളർന്നിരിക്കുക. സർപ്പം വാവിളർന്നിരിക്കുന്നത് പോലെ സാത്താൻ നിന്റെ കുടുംബത്തിന്റെ വാവിളർന്നിരിക്കുന്ന നീ ആത്മാവിൽ കണ്ടിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ ഫെലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കുന്നത് ശിംശോന്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമല്ലാതിരുന്നിട്ടും, ഹല്ലേലൂയ, ശിംശോനന് നിർബന്ധിതനായി മാറിയത് കൊണ്ടാണ് ശിംശോന്റെ ജീവിതത്തിൽ ആ പരാജയം നേരിട്ടത്. ഹല്ലേലൂയ, ശിംശോന്റെ ജീവിതത്തിലെ പരാജയം നേരിട്ടത് നമ്മൾ വീണ്ടും ദൈവത്തിനെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, വേദപുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കാണാൻ കഴിയുന്നത്, ദൈവം വചനത്തെ ആരെല്ലാം അനുസരിക്കുന്നോ അവർക്ക് മാത്രമേ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ദൈവവചനത്തിലും ദൈവിക വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ.
അപ്പൊ മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ശിംശോന്റെ ജീവിതത്തിനകത്ത് അവനെ കീറിക്കളയുവാൻ വിധത്തിൽ ഒരു ബാലസിംഹം അവന് നേരെ വന്നെങ്കിൽ ദൈവം അവിടെ വെച്ച് ശിംശോനൊരു ഒരു മഹാ അഭിഷേകം കൊടുക്കുക. ആ അഭിഷേകത്തിൽ ശിംശോൻ എന്ത് ചെയ്തു? ശത്രുവിന്റെ ആ സിംഹത്തിന്റെ ഒരു ആട്ടിക്കുട്ടിയെ കീറിക്കളഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ നീ ഏറ്റുപറഞ്ഞ്, ബലഹീനതകളെ ഏറ്റുപറഞ്ഞ്, നിനക്ക് സംഭവിച്ച പരാജയങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് വന്നാൽ ദൈവം വീണ്ടും നിന്നെ അഭിഷേകത്തെ നിറയ്ക്കും കേട്ടോ. രക്തനിശ്ചയം ഹല്ലേലൂയ. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ നിങ്ങളൊരു ശുശ്രൂഷകനെ കുറിച്ച് ഹല്ലേലൂയ, നിങ്ങളുടെ സഹവിശ്വാസികളെ കുറിച്ച്, നിങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്ന ദൈവജനത്തെക്കുറിച്ച് നിങ്ങൾ ദുർവർത്തമാനങ്ങൾ പറയരുത്. ഹല്ലേലൂയ. അവർക്കെതിരെ നിങ്ങൾ പിറുപിറുക്കരുത്, അവർക്കെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടരുത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അവരെ സ്നേഹിക്കുക തന്നെ വേണം ചെയ്യാൻ. ഹല്ലേലൂയ. കൂട്ടായ്മയായിട്ടുള്ള ബന്ധം നീ നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ കുറിച്ച് നല്ല ഹല്ലേലൂയ അഭിപ്രായം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും നിന്റെ മേൽ നിറഞ്ഞു നിൽക്കണം. പരിശുദ്ധാത്മാവ് എപ്പോഴും നിനക്ക് ആലോചന തന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനമൊക്കെ വായിക്കുന്നത്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന. ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴിയിലൂടെ നടക്കുവാൻ ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ ദുർവർത്തമാനങ്ങളുമായി നിന്റെ ഭവനത്തെ തകർക്കാൻ കടന്നു വരുന്ന വ്യക്തികൾക്കെതിരെ നീ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവയെ കീറിക്കളയുവാൻ കഴിയുന്ന വിധത്തിലുള്ള ആലോചന ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തകർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കയ്യിലൊന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. എത്ര വലിയ അഭിഷേകമല്ലേ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ വചനത്തെ എപ്രകാരമാണ് നമ്മൾ ദൈവവചനം ഉൾക്കൊള്ളുന്നത്? ഈ കാലഘട്ടത്തിൽ എനിക്ക് കേൾക്കുന്ന മാതാപിതാ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് ആദ്യം വെളിപ്പെടേണ്ട ദൈവത്തിന്റെ വചനമാണ്. കുറെ പണം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലേ. കുറെ പണം ഉണ്ടായതുകൊണ്ടോ പേരും പ്രശസ്തിയൊക്കെ ഉള്ളത് കൊണ്ടോ ഒന്നും കാര്യമില്ല. പണവും പ്രശസ്തിയും പേരും ഒക്കെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ജയിലിൽ കിടന്ന് ഇരുമ്പഴി എണ്ണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പണം ഉള്ളത് കൊണ്ടോ പ്രതാപം ഉള്ളത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നിന്റെ പേരും നിന്റെ മക്കളുടെ പേരും അഭിഷേകം ഉണ്ടോ എന്ന് അറിയേണ്ടത്. അല്ലേ? അഭിഷേകമില്ലാതെ തുള്ളിച്ചാടി കോമാളി കളിച്ച്, കോമാളിത്തം കാണിച്ച്, കൂത്താടി നടന്ന പലരുടെയും പരാജയം നിങ്ങൾ കണ്ടല്ലോ. അത് നമ്മുടെ മേലെ അഭിഷേകമാണ് വേണ്ടി കേട്ടോ. ഈ ലോകത്തിൽ നമുക്ക് കുറച്ച് പണമല്ല, സ്വാധീനമല്ല, പേര് പ്രശസ്തി അധികാരങ്ങളോ ഒന്നും അല്ല. നമുക്ക് കുറച്ച് പിടിപാടുകളൊന്നും അല്ല വേണ്ടത്. ഹല്ലേലൂയ. ചിലര് പറയും രാഷ്ട്രീയമായിട്ട് ഭയങ്കര പിടിപാടാ പാസ്സായി, എനിക്ക് മന്ത്രിയുമായിട്ട് നല്ല കയ്യാ, എനിക്ക് IAS കാരുമായിട്ട് IPS കാരുമായിട്ട് ഭയങ്കര കയ്യാ, അവരുടെ അടുത്ത സുഹൃത്താ. ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്ക് വിളിച്ച ഒരു ഫോൺ ഒന്ന് കറക്കിയാൽ മതി, അവര് ഓടിയെത്തുന്നൊക്കെ പറയുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ. പണത്തിന് മീതെ പരുന്ത് പറക്കിയില്ലെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതൊന്നും അല്ല നിനക്ക് വേണ്ടത്. അതൊക്കെ താൽക്കാലികമാണ്. അതെല്ലാം താൽക്കാലികമാണ്. പണത്തിന് മീതെ പരുന്ത് പറക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന വ്യക്തിയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ലേ? ഹല്ലേലൂയ. അത് നിനക്കതുകൊണ്ടൊന്നും പ്രയോജനമില്ല. നിനക്ക് ഈ ലോകത്തിന് വേണ്ടി അഭിഷേകമാണ് വേണ്ടത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, ശത്രുവിനെ ജയിക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ, നിനക്ക് നേരെ ദുർവർത്തമാനമായി കടന്നു വരുന്നവനെ ജയിപ്പാൻ, നിന്റെ ജീവിതത്തെ തകർക്കുവാൻ, കുടുംബത്തെ തകർക്കുവാൻ, വിശുദ്ധിയെ തകർക്കുവാൻ, കൂട്ടായ്മ തകർക്കുവാൻ, പ്രാർത്ഥന തകർക്കുവാൻ, നിന്റെ ഉപവാസത്തെ വചനധ്യാനത്തെ തകർക്കുവാൻ, ദൈവമായിട്ടുള്ള അടുപ്പം, ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന എല്ലാ അനുഭവത്തെ നിന്നിൽ തകർത്ത് കളയുവാൻ പിശാച് തന്ത്രങ്ങൾ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ, നിനക്ക് വേണ്ടത് അഭിഷേകമാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ ജയാളിയാ. പ്രൈസ് ദി ലോർഡ്. അഭിഷേകമില്ലെങ്കിൽ നീ പരാജയപ്പെട്ടു പോകുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ അടുത്ത പ്രഭാതത്തിൽ ഹല്ലേലൂയ TV-യിലെ വാർത്തകളൊക്കെ കാണണം. പ്രൈസ് ദി ലോർഡ്. പലതും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയരോട് ഞാൻ പറയട്ടെ, നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകത്തിൽ നിറയപ്പെട.
യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ വന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിപ്പാൻ ഇടം കൊടുക്ക. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ വിഴുങ്ങുവാൻ നിൽക്കുന്ന പൈശാചിക ശക്തികളെ നിനക്ക് തകർക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ സുവിശേഷത്തിനനുസൃതമായ ജീവിതം നയിക്കണം. സുവിശേഷ സംബന്ധമായി സുവിശേഷനുസൃതമായ ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം എന്ന് പറയുന്ന ഏത് മനുഷ്യനെയും പാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവവേലക്കാരനാണോ? നിങ്ങൾ ദൈവവേല ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ സാത്താൻ ശ്രമിക്കും. നിന്റെ കുടുംബത്തെയും ചിന്ന ഭിന്നമാക്കുവാൻ. പക്ഷേ നിനക്ക് വേണ്ടി ദ്രോഹം ചെയ്യുവാൻ, നിന്നെ അപമാനപ്പെടുത്തുവാൻ പിശാച് പലതും കൊണ്ടുവരും. പക്ഷേ നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ അപമാനപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരുപാട് അപമാനത്തിന്റെ വാക്കുകൾ നിനക്ക് നേരെ പറഞ്ഞേക്കാം. നിന്റെ സമൂഹത്തിൽ അപമാനിക്കുന്ന വാക്കുകൾ പറഞ്ഞേക്കാം. ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 2023 കണ്ട ഒരുപാട് സംഭവങ്ങൾ, അനവധി ആളുകൾ ചില കുടുംബങ്ങളെ അപമാനിക്കാൻ വേണ്ടി, അപമാനപ്പെടുത്താൻ വേണ്ടി, അവർക്കെതിരെ അപകീർത്തി കൊണ്ടുവരാൻ, അവരെ അവരുടെ തലമുറ ഇല്ലായുവാൻ, അവരുടെ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് ദുർവർത്തമാനങ്ങൾ കൊണ്ടുവന്ന് അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച അനവധി ആളുകൾ പിന്നത്തേതിൽ അവരുടെ വീട്ടിനെ കുറിച്ച്, അവരെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നത് കേട്ടു. ഒരു കാലഘട്ടത്തിൽ അവര് അപവാദം പറയാൻ നിന്നു. പക്ഷെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? ഈ പറഞ്ഞവന്റെ ജീവിതത്തിൽ വലിയ അപവാദങ്ങൾ കേൾക്കടയായി. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ മറ്റൊരാളെ കുറിച്ച് ദുർവർത്താനം പറഞ്ഞ, അപവാദം പറഞ്ഞാൽ നാമെ താമസിയാതെ അതിന് തക്ക തിരിച്ചടി നിനക്ക് കിട്ടും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം. ശിംശോനെ പോലെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകരുത്. ആമീൻ ആമീൻ. ഫെലിസ്തയെ കണ്ട് അവളിലേക്ക് ആകർഷണമായതുപോലെ ലോകത്തിലേക്ക് നീ ഇറങ്ങി ലോകത്തെക്കുറിച്ച് കണ്ട് ലോകത്തിന്റെ മോഹങ്ങളിൽ നീ ആകർഷണമായി മാറരുത്. ദൈവം ഒരു അവസരം ശിംശോന് കൊടുത്തു. അവസരം ശിംശോന് കൊടുത്തു എന്ന് പറഞ്ഞ് നിനക്ക് ഒരു അവസരം ദൈവം തരിക. ശിംശോന് കൊടുത്ത ഒരു അവസരം നിനക്ക് തരിക. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ കീറിക്കളയാൻ വേണ്ടി, അവന്റെ വായ അടയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരവസരം ദൈവം നിനക്ക് തന്നിരിക്കുക. ഈ അവസരത്തെ നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അല്ലേ? അതിനെ ശത്രു മുതലെടുപ്പാൻ നീ അനുവദിച്ചു കൊടുക്കരുത്. നീ ദൈവത്തിനെ പ്രാർത്ഥിക്കണം, ദൈവത്തിനെ ഉപവസിക്കണം, ദൈവത്തിനെ ചേർന്നിരിക്കണം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കുറ്റവും കുറവും ഒന്നും കൊണ്ടുവരാൻ തയ്യാറാതെ, നിന്റെ ജീവിതത്തിൽ കുറ്റവും കുറവും കൊണ്ടുവരാതെ, നിന്റെ ജീവിതത്തിൽ കളങ്കം വരാതെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നീ സ്ഥിരതയോടെ ഓടണം. പ്രൈസ് ദി ലോർഡ്. ജീവിതം ഒരിക്കൽ മാത്രമാകട്ടോ, രണ്ടാമതൊരു ജീവിതമില്ല. ഹല്ലേലൂയ. കർത്താവ് നിന്നിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം. യേശു നിന്നിൽ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം. ദൈവശബ്ദം എപ്പോഴും നിന്റെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ദൈവമാരുടെ കൂട്ടായ്മയ്ക്കകത്ത് നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭയപ്പെടാതെ നാമെ സംസാരിക്കാൻ കഴിയുള്ളൂ. സിംഹത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നേ. സിംഹത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്: എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയുവാനുള്ളത് ആ നാഴിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് അത്രയെന്നാണ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത മത്തായിയുടെ സുവിശേഷങ്ങൾ വായിച്ചത്. എന്താണത്? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോഴാണ് ശിഷ്യന്മാർക്ക് വരുന്ന പ്രതികൂലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ചെന്നായ്ക്കളുടെ നടുവിൽ ആണിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നാമനിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയും നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. ഹല്ലേലൂയ. മനുഷ്യനെ നിങ്ങൾ സൂക്ഷിക്കണം, മനുഷ്യരെ സൂക്ഷിക്കണം.
അവർ നിങ്ങൾക്കെതിരെ ഒരുപാട് അമില്ല അപവാദങ്ങളും ദുർവർത്തമാനങ്ങളും ദുർചിന്തകളും ഒക്കെ പറഞ്ഞുണ്ടാക്കും. നിങ്ങൾക്ക് വലിയ പീഡനങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ശിഷ്യന്മാർക്ക് വരുന്ന പ്രതികൂലങ്ങളെക്കുറിച്ച് യേശുവരെ മുന്നമേൽ ഉണർത്തിച്ചു കൊടുത്തു. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ഭൂമി സംഭവിക്കാൻ പോകുന്ന എതിർപ്പുകളെക്കുറിച്ചും ഉപദ്രവങ്ങളെക്കുറിച്ചും യേശുക്രിസ്തു മുന്നമേൽ ഓർമ്മിച്ചു തരികയാണ്. ഈ സുവിശേഷത്തിൽ വായിച്ച ദൈവവചനം നിനക്കും കൂടെയുള്ള മുന്നറിയിപ്പാണ്. ക്രിസ്തു ഭക്തന്മാർക്ക്, യേശുവിന്റെ ശിഷ്യന്മാർക്കുള്ള മുന്നറിയിപ്പാണ്. അപ്പോസ്തലന്മാർക്ക് മാത്രമല്ല, നിനക്കുമുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. നീ പല പ്രതിസന്ധികളിൽ ചെല്ലുമ്പോൾ, നിന്നെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ എന്തോ പറയേണ്ടെന്ന് നീ വിചാരപ്പെടേണ്ട. പറയുവാനുള്ള ആ നാഴികയിൽ തന്നെ കർത്താവ് നിനക്ക് തരും. പ്രൈസ്. അതിന് നീ പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിന് ചേർന്നിരിക്കുന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് നിന്നെ പ്രവർത്തിക്കത്തുള്ളൂ. അല്ലെ, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി നിന്റെ ശരീരത്തെ നീ സദാസമയം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ആത്മാവ് നിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നീ എന്നും ശോധന ചെയ്യണം. ഹല്ലേലൂയ. നിന്റെ മേൽ അഭിഷേകം എവിടെങ്കിലും ചോർന്നു പോയിട്ടുണ്ടോ നീ മനസ്സിലാക്കണം. രക്തം ചെയ്യും. നിന്റെ മേൽ അഭിഷേകം നഷ്ടപ്പെടാൻ നീ അവസരം കൊടുക്കരുത്. അഭിഷേകം നഷ്ടപ്പെട്ട പിശാച് നിനക്ക് നേരെ എഴുന്നേൽക്കും. നമുക്കറിയാം, അനവധി കുടുംബങ്ങൾക്കകത്ത് കണ്ണുനീരും പ്രയാസങ്ങളും ബന്ധനങ്ങളും പോരുകളും പോരാട്ടങ്ങളും മന്ത്രവാദത്തിന്റെ ആഭിചാര രുദ്രശക്തികൾ ഒന്നിച്ച് പോരാടി ശാപങ്ങൾ പാപങ്ങൾ കുടുംബത്തെ വിട്ടുമാറാതെ പലരും കണ്ണുനീർ കയത്തില്ല. അവരിങ്ങനെ ഓടി നടക്കുക അതിന് പരിഹാരം വരുത്താൻ വേണ്ടി. പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് കയറിയിറങ്ങി നടന്നു. പലതിലും പല സ്ഥലത്തും ചെന്ന് ആശ്രയിച്ചു, പലരോടും പറഞ്ഞു, എന്നിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. എല്ലാം തകർപ്പണമായി കിടക്കുക. അങ്ങനെയുള്ള വ്യക്തികളുടെയും പറയട്ടെ, അവസാനത്തോളം സഹിച്ചു നിർത്തവൻ രക്ഷിക്കപ്പെടും യേശു പറഞ്ഞെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ നീ ഓടി നടന്നതും എല്ലാം നീ വിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, കർത്താവായ യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് രക്ഷകനായി സ്വീകരിക്കുമ്പോൾ, ശിംശോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നപോലെ നിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും. ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ നിനക്ക് നേരെ നിൽക്കുന്ന ശത്രുവിനെ നിനക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അപ്പം അവരുടെ ദൈവത്തിന്റെ വചനം പറയാണ്, എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടെന്ന് വിചാരപ്പെടാൻ പറയുവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയും, നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളെ പിതാവിന്റെ ആത്മാവത്രേ. ഹല്ലേലൂയ. അതെ, പറയുവാനുള്ള ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്തോത്രം. സംഗീതക്കാരൻ ഹല്ലേലൂയ വായിക്കും. നമുക്ക് കാണാൻ 46 സങ്കീർത്തനം ഹല്ലേലൂയ അതിലെ 11ാമത്തെ വാക്യത്തിലേക്ക് വിരമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവും സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അപ്പൊ സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ദാവീദ് പറയുക. അല്ലെങ്കിൽ ദാവീദ് കോരപുത്രന്മാരുടെ സങ്കീർത്തനമാണ്. ഹല്ലേലൂയ പറയുക, സ്തോത്രം. അല്ലെങ്കിൽ കോരപുത്രന്മാർ പറയുന്നത് എന്താണ്? സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മോട് കൂടെ അർത്ഥമുള്ള ഇമ്മാനുവേലായ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട. യഹോവയുടെ ആത്മാവ് ശിംശോന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ശിംശോൻ എന്ത് ചെയ്തു? ബാലസിംഹത്തെ ആട്ടിൻകുട്ടിയെ കീറുന്ന പോലെ കീറിക്കളഞ്ഞെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്കെതിരെ ഒരു ശത്രുവിനെ നിൽക്കത്തില്ല. അതെ, ദൈവം നിന്നോട് കൂടെയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തിനെ കേട്ടുകൊണ്ടിരുന്ന വലിയൊരു ചെറിയ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ വാർത്തത്തിൽ അൻവൃത്താശനയാജ റോഷണ ചോളിൽ തടവറയിലായിരിക്കുന്ന ജനങ്ങളുടെ കർത്താവ്, കേരളത്തിൽ ഭാരതലോക രാജ്യം 800 കോടി ജനത്തിനായി കർത്താവിയും വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണകർത്താവ് സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാജകുമാർ രാജ്യം പ്രധാനപ്പെട്ട ദിവസം ഗവർണർ പട്ടാളമേത ഗോത്രങ്ങളുടെ ദ്വീപുകളെ ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തിനായി കരസേന വ്യോമസേന നാവികസമിതികാരികൾ അതിർത്തികൾ കാക്കുന്ന CRP സൈന്യത്തിനായി കർത്താവ് ക്രമസമാധാന നിയമപരമായ രഹസ്യ വിഭാഗങ്ങൾക്കായി പോലീസിന്റെ ജുഡീഷ്യൽ വിഭാഗങ്ങൾക്ക് വേണ്ടി സഹകരണ പൊതുമേഖല ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയായിരിക്കുന്ന എല്ലാ ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാ കർത്താവ് കേന്ദ്രസ്ഥാന ജീവനക്കാരെയും കടലോര വാസികൾ തീരദേശ മത്സ്യബന്ധനെ കടന്നുപിരിക്കുന്നവരെ കരയിലും കടലും ആകാശമാർഗം വാഹനം സെയിൽസ് ചെയ്യുന്നവർക്കായി കർത്താവ് വഴിയൊരു കച്ചവടക്കാർ വലിയ വ്യാപാരി വ്യവസായം ക്ഷീരമേഖലയും കാർഷിക മേഖലയായിരിക്കുന്നവർക്കായി പൊതുമേഖലയായിരിക്കും
ഇരിക്കുന്നവർക്കായി ആമി കർഷകന്റെ മെക്കാനിക് മോട്ടോർ യൂണിയനൊക്കെ എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനെയും കൊടുത്ത് പ്രാർത്ഥിക്കും. ദേശത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന എല്ലാ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർമാർ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നേതാക്കന്മാർ, എല്ലാ ഭരണപക്ഷ പാർട്ടികൾ ദൈവങ്ങൾ ഏൽപ്പിക്കും. ദേശത്ത് വിദേശം ജോലിക്കായി പഠിക്കുന്നവർ, ആമി കഷ്ടത്തിൽ കടന്നവർ, രോഗികളായിരിക്കുന്നവർ, വിവിധ വ്യാധികൾ കിടന്ന് സാത്താനി പോലും മാവിചാര മന്ത്രം കൂടെ ശുദ്രശക്തിയിൽ ഭാരപ്പെടുന്നവർ, തീവ്രവാദ ഭീകരവാദ വർഗീയവാദത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ, നാം ഈ ജീവിതത്തിൽ മാരകമായ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ നിരവധി ദുർവർത്തമാനങ്ങൾ പരിഹാസ വാക്കുകൾ കേട്ട് ജീവിതം നിരാശപ്പെട്ട് മരണത്തിനിടയിൽ കടന്നു പോകുന്ന കടക്കടിയാൻ ഭാരപ്പെടുന്നവർ, ആമീൻ ജപ്തിന്നവർ നേരിടുന്നവർക്ക് നാം ഒരു ഭവനമില്ലാത്ത സ്വന്തമായി സ്ഥലമില്ലാത്തവർ, അല്ലൊരിയ തലമുറയെക്കുറിച്ച് ഭാരപ്പെടുന്ന അനുഭവത്തി ആളുകൾ അല്ലോ ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടിവിക്കപ്പെട്ട് ആമീൻ സിംസോന്റെ മേൽ യഹോവയുടെ ആത്മാവ് വന്നതുപോലെ ഈ ദിവസം കർത്താവ് ജനത്തിന് ദൈവത്തിന്റെ ആത്മാവ് വന്ന് അല്ലൊരിയ തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ കീറിക്കളയുന്ന ഒരു അഭിഷേകം ജനത്തിന് പകരുവാൻ ദൈവരങ്ങളിലേൽപ്പിങ്ങളുടെ ദേശത്തെ ദൈവത്തിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ് എന്ത് കളിച്ച് നടന്ന ആരും അഹങ്കാരിയായി മാറാതെ കർത്താവിനോട് ചേർത്ത് വസിപ്പാൻ ജനത്തെ ഒരുക്കടനായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഈ ദിവസം പീഡനങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധികളുണ്ട്, അതിനെ എതിർത്ത് നിൽപ്പാൻ തകർക്കുവാൻ ഉള്ള അഭിഷേകം ജനത്തിനെ പകരണമേ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിനും നീതി വെളിപ്പെടുത്തിയ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.